എല്ലാവർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ജലജ നമ്മുടെ അഭിക്ക് നല്ല വഴക്ക് കൊടുക്കുകയാണ്, കണക്കിന് കൊടുക്കുകയാണ്. എടാ മണ്ട, നിൻ്റെ ഭാര്യ വെളുപ്പാങ്കാലത്ത് നിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയാൽ നീ അറിയില്ലേ? നീ എന്തൊരു ഭർത്താവാടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അഭി പറയണം, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളൊക്കെ ഉണ്ടല്ലോ പഠിച്ച കള്ളികളാണ്, അവളൊക്കെ കാണിക്കുന്നതൊക്കെ വെച്ചിട്ട് അമ്മ എന്നെ എന്തിനാ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയണ, എടാ മണ്ട, നീ എത്ര നാളുകൊണ്ടേ അവളെ പുറത്താക്കാനായിട്ട് നോക്കുന്നു, എന്നിട്ട് നിനക്ക് പറ്റിയില്ല. ആ പാഡ് വെച്ച സംഭവത്തിലെങ്കിലും അവളെ പിടികൂടിയപ്പോൾ നിനക്ക് പുറത്താക്കണമെന്ന് ശഠിച്ചൂടായിരുന്നോ? എല്ലാത്തിനും കഴിവ് കെട്ട നിന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഉടനെ അഭി പറയുകയാണ്, എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒരു മുത്തശ്ശിയുണ്ടല്ലോ, എന്ത് ചെയ്താലും അവളുമാർക്ക് സൈഡാണ്. അവളുടെ അനിയത്തിയുണ്ടല്ലോ, ഇവിടം വിട്ട് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അപ്പോഴും മുത്തശ്ശൻ കാല് പിടിച്ച് അവളെ ഇവിടെ നിർത്തുകയാണ് ചെയ്തത്. ഇതിനും വേണ്ടിയിട്ട് എന്ത് മാഹാത്മ്യം അവക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ പറയണ, അല്ലടാ, നീ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടേ ഊണും ഉറക്കവും ഇല്ലാണ്ട് ഇവളുമാരെ ഏതോ രീതിയിൽ പുറത്താക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുകയായിരുന്നല്ലോ നീ, അത് വല്ലതും സക്സസ് ആവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ജലജ. അപ്പോൾ നമ്മുടെ അഭി പറയാണ്, അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുക നല്ലത്. അമ്മ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇതേക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജലജ ഇങ്ങനെ നമ്മുടെ അഭിയെ പഴിച്ചിട്ട് ഒറ്റൊരു പോക്കങ്ങ് പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നയന, നമ്മുടെ ആദർശം നയനയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും കൂടി പോവുകയാണ്. നമ്മുടെ 10 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 10 ലക്ഷം രൂപ തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നവ്യയുടെ മെസ്സേജ് അയച്ചിട്ട് നിർമ്മൽ ആണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ആ പൈസയും കൊണ്ട് പോവുകയാണ്. നമ്മുടെ ആദർശം നയനയും നവ്യയും കൂടിയാണ് പോകുന്നത്. നവ്യയെ കൊണ്ട് പൈസ കൊടുപ്പിച്ചിട്ട് ഇവർ മാറി നിന്ന് പ്രതിയെ പിടികൂടാനാണ് ശ്രമം. അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇവർ വണ്ടി ഒതുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് വന്നപ്പോഴാണ് വണ്ടി ഒതുക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അതായത് മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്, ഗ്രൗണ്ടിന് അകത്തുള്ള ഒരു വേസ്റ്റ് ബിന്നുണ്ട്, അതിനകത്ത് പൈസ കൊണ്ട് അതായത് വേസ്റ്റ് ബോക്സിനകത്ത് പൈസ കൊണ്ടിടാനാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നിർമ്മൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നിർമ്മലിൻ്റെ ആവശ്യപ്രകാരം നമ്മുടെ ഗ്രൗണ്ടിനടുത്തുള്ള വേസ്റ്റ് ബോക്സിൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് കുറച്ച് ബാക്കിലായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിനകത്തുനിന്ന് നമ്മുടെ നവ്യയോട് ആദർശ് പൈസ അടങ്ങുന്ന ഒരു ബാഗ് കൊടുത്തിട്ട് പറയുകയാണ്, നീ ആ വേസ്റ്റ് ബിന്നിനകത്ത് ഇത് കൊണ്ടുവയ്ക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ ആദർശിനോട് ചോദിക്കുകയാണ്, എന്തിനാ ആദർശേട്ടാ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത്? നിങ്ങൾക്കാർക്കും ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും പാടുപെടുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യയോട് ആദർശ് പറയുകയാണ്, നവ്യേ, മുമ്പ് നിൻ്റെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അമ്മാതിരിയുള്ള പ്രവൃത്തികളായിരുന്നു നീ കാണിച്ചിട്ടുള്ളത്. നിനക്ക് ഒട്ടും സത്യസന്ധതയോ നേരോ നിറയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നീ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴും സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണ് എനിക്ക് എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ആദർശ് പറയുന്നത്, നവ്യ ഇനി സംസാരിച്ച് സമയം കളയണ്ട, നേരെ ആ പൈസ കൊണ്ടുവന്ന് ആ വേസ്റ്റ് ബിന്നിനകത്ത് ഇടാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുകയാണ്, അല്ല ആദർശേട്ടാ, ഇതിനകത്ത് 10 ലക്ഷം രൂപയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, ആദ്യപ്പോൾ തൽക്കാലം നീ അറിയണ്ട, നീ അവിടെ മിണ്ടാണ്ട് വായും പൂട്ടി നിൽക്കുക എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ആ പൈസയും കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിനകത്ത് ഇടുകയാണ്. അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ഒരു മരമുണ്ട് അവിടെ, ആ മരത്തിൻ്റെ മറവിൽ നിൽക്കുകയാണ് നമ്മുടെ നയനയും നമ്മുടെ ആദർശം കൂടി മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ അത് വേസ്റ്റ് ബോക്സിനകത്ത് സ്ഥാപിച്ചതിന് ശേഷം ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നവ്യയും കൂടി മറഞ്ഞു നിൽക്കുകയാണ്. മറഞ്ഞു നിൽക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നു. ബൈക്കിനകത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് നേരെ വേസ്റ്റ് ബോക്സിനടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അത് തുറന്നിട്ട് അതിനകത്തുനിന്ന് ആ ബാഗ് ഇങ്ങനെ കൈക്കലാക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന ആദർശ് ഓടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവനെ പിടികൂടി അവനെ 2 പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നു. പുള്ളിക്കാരൻ ഹെൽമെറ്റ് എടുക്കാൻ കൂട്ടാക്കുന്നില്ല. ആദർശല്ലേ ആള്, ആ ഹെൽമെറ്റൊക്കെ വലിച്ച് കാര്യമായിട്ട് ഇങ്ങ് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ ഹെൽമെറ്റ് ഊരിയെടുക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അന്യസംസ്ഥാന തൊഴിലാളി ആണ് എന്ന് തോന്നും, പക്ഷെ മലയാളിയാണ്. അങ്ങനെ ഒരു ലുക്കുള്ളൊരു
പയ്യനെയാണ്. അപ്പോഴത്തേക്ക് ആദർശ് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കുകയാണ്, എടാ എടാ നീയാണോടാ ഇതിന് പിന്നിൽ, ആരാടാ നിന്നെ അയച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് സാറേ, നിന്നോട് ആരാടാ ഇവിടെ വന്ന് ഇതെടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഇവർക്കറിയാം നിർമ്മലാണ് ഇതിൻ്റെ പിന്നിലെന്ന്. നിർമ്മൽ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവരിങ്ങനെ വലയും വിരിച്ച് കാത്തിരുന്നത്. വന്നത് മറ്റൊരാളല്ലേ. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ആരടാ നിനക്ക് പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയണ, സാറേ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതെടുക്കാൻ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കൊരു കോള് വന്നു, ഇവിടെ വന്നിട്ട് എടുത്ത് ചെല്ലുകയാണെങ്കിൽ, അതായത് വേസ്റ്റ് ബോക്സിനകത്ത് ഒരു ബാഗ് വരും. അപ്പോൾ ആ ബാഗ് എടുത്തുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ എനിക്ക് 5000 രൂപ അതിന് പ്രതിഫലമായിട്ട് തന്നു. ഇതെടുത്ത് കൊണ്ട് കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ട് മുൻകൂട്ടി എനിക്കൊരു 5000 രൂപ തന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയണ, ആഹാ നിന്നെ ആരാടാ, നിന്നോടിത് ആവശ്യപ്പെട്ടത് ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് മഹേഷാണ് എന്നിങ്ങനെ പറയുകയാണ്. മഹേഷോ, ഏത് മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ പറയണേ, എൻ്റെ ഫ്രണ്ട് മഹേഷാണ്, അല്ലാതെ നിർമ്മൽ എന്ന് പറയുന്ന ആൾ അങ്ങനെ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിർമ്മൽ എന്നാണോ നിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് നിർമ്മലിനെ. അപ്പോൾ പറയണേ, എനിക്ക് ഇയാളെ അറിയില്ല സാറേ, എനിക്ക് ഇയാളെ അറിയില്ല. എന്നോടിത് ഇവിടെ വന്ന് എടുത്ത 5000 രൂപ തരുമെന്ന് ഓഫർ ചെയ്തത് എൻ്റെ ഫ്രണ്ട് മഹേഷാണ്. അത് പ്രകാരം ഞാൻ വന്നിത് ഇങ്ങനെ എടുത്തതാണെന്ന് പറയണം. അപ്പോൾ ആദർശ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഒരു 5000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറയുകയാണ്, എടാ ഇത് 5000 രൂപ തികച്ചുണ്ട്, നീ വെറും 5000 രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ പണിക്കായിട്ട് ഇറങ്ങി തിരിച്ചത്. എടാ നല്ല ആരോഗ്യം ഉണ്ടല്ലോടാ, എടാ ചെക്ക നീ ജോലി ചെയ്ത് ജീവിക്കുക എന്നിങ്ങനെ പറയുകയാണ് ആദർശ്. അതിനുശേഷം ആദർശ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ഈ പൈസ നിൻ്റെ കയ്യിലിരിക്കട്ടെ, നിൻ്റെ ഫോൺ നമ്പർ എനിക്ക് താ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആദർശിനോട്. അപ്പോൾ ആദർശ് പറയണേ, ശരി ഇപ്പോൾ നിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലായിട്ടുണ്ട്, ഇനി എന്തെങ്കിലും, എന്നിട്ട് ആദർശിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയണേ, എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ പൈസ നിന്നെ എടുത്തുകൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞ ആൾ നിന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ എന്നെ അപ്പോഴാ വിവരം അറിയിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ അറിയിക്കാമെന്നൊക്കെ പറയുകയാണ് ആദർശിനോട്. അതിനുശേഷം നമ്മുടെ ആദർശം നയനയും നവ്യയും കൂടി ഇങ്ങനെ പോകുന്ന സമയത്തിന് നമ്മുടെ നമ്മുടെ നയന പറയുകയാണ്, ആദർശേട്ടാ നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇത്രയും സ്നേഹമായിട്ടൊക്കെ പെരുമാറാനായിട്ട് തോന്നുന്നു? ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നയന എന്നോടിപ്പോൾ ഈ കാട്ടുന്ന സ്നേഹവും ഈ സഹതാപമൊക്കെ ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും അർഹിക്കുന്നതല്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നയന ഒരു ദ്രോഹവും എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അഭിയുടെ ഭാര്യയായിട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ അഹങ്കരിച്ചിരുന്നു. പലപ്പോഴും എനിക്ക് കിട്ടാത്ത പരിഗണന നയനയ്ക്ക് കിട്ടുന്നതിൽ ഞാൻ അസ്വസ്ഥയായിരുന്നു. അഭിയുടെ അമ്മയുടെയും സ്വഭാവം കൊള്ളില്ല എന്നറിഞ്ഞിട്ടും ഞാൻ അവരെ താങ്ങി നിന്നിട്ട് നയനെ പലപ്പോഴും കുറ്റപ്പെടുത്തിയതൊക്കെ എനിക്ക് ഇവളോടുള്ള അസൂയ കൊണ്ട് തന്നെയായിരുന്നു എന്നിങ്ങനെ നയന മനസ്സ് തുറക്കുകയാണ്. നവ്യ മനസ്സ് തുറക്കുകയാണ്. അതിനുശേഷം നവ്യ പറയുകയാണ്, എനിക്ക് നേരത്തെ അറിയായിരുന്നു എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായിയമ്മയ്ക്കൊന്നും എന്നെ ഇഷ്ടമല്ലെന്ന്. എന്നെ പലപ്പോഴും അപകടപ്പെടുത്താൻ എൻ്റെ ഭർത്താവ് നോക്കിയിട്ടുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുമാത്രമല്ല, ഞാൻ ഗർഭിണി, ആദർശിനോടാണേ പറയുന്നത്, ഞാൻ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ തരുന്ന ഫ്രൂട്ട്സിലും ജ്യൂസിലും ഒക്കെ അവർ അബോർഷൻ ആവാനുള്ള പലതരത്തിലുള്ള വിഷവസ്തുക്കളും ചേർത്ത് തന്നിട്ടുള്ളതായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതറിഞ്ഞിട്ടും ഞാൻ അവരെ അടുത്ത് നിശബ്ദമായിട്ട് ക്ഷമിച്ചുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ജീവിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് നയനോടുള്ള അസൂയ മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നവ്യ പറയണം, നയനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നീയാണ് ഭാഗ്യവതി. കാരണം ഏത് പ്രതിസന്ധി വന്നാലും നിനക്ക് മുഖത്ത് നോക്കി തുറന്നു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭർത്താവിനെ അല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിൻ്റെ ഭാഗ്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ തട്ടിത്തെറിപ്പിച്ച ഭാഗ്യം എന്നിങ്ങനെ പറയുകയാണ് നവ്യ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കണം, ഭാഗ്യത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം, നമ്മളുടെ ജീവിതം എന്താണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ എന്നിങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം അനന്തപുരിയിൽ നമ്മുടെ അഭി നല്ല ഉറക്കത്തിലാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശി അങ്ങോട്ട് വരികയാണ്. മുത്തശ്ശി വന്നിട്ട് അഭിയെ വിളിക്കുകയാണ്. അഭിയോട് ചോദിക്കണം, മോനെ അഭി, നീ എന്താ ഇപ്പോൾ ഈ സമയത്തിന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? എന്താ മുറി കിടക്കാതെ ഇവിടെ ഹാളിൽ വന്ന് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് നമ്മുടെ അഭിയോട്. അപ്പോൾ ആ സമയത്തിന് അഭി ചാടിപ്പറിച്ച് എഴുന്നേറ്റിട്ട്, മുത്തശ്ശി
ആ, മുത്തശ്ശി എപ്പോൾ എത്തി? അയ്യോ, ഇത് അനന്തപുരിയുടെ മഹാറാണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശിയോട് അതും ഇതുമൊക്കെ വെറുതെ ഓരോന്ന് പറയുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ കൊഴാന്ന് വിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ സംസാരം. അങ്ങനെ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നമ്മുടെ അഭി ഇരിക്കുന്ന സമയത്തിന് അവിടേക്ക് ദേവയാനിയും ജയനും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ ജയൻ ചോദിക്കുകയാണ്, എന്താ അഭി ഇത്? നീ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരമായോ നിനക്ക്? ഇപ്പോൾ മദ്യപിച്ചിട്ടൊക്കെ ഇപ്പോൾ വീട്ടിനകത്തോട്ട് കയറി വരാമെന്നായോ? മുമ്പ് അച്ഛനെ പേടിച്ച് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള പ്രവൃത്തി പുറത്തുനിന്ന് ചെയ്യുന്നല്ലാതെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും കയറി വന്നിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഇതും തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അഭി ചോദിക്കുകയാണ്, അതിന് വല്യച്ഛനും നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണല്ലോ, വല്യച്ഛനും മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ദേവയാനി ചോദിക്കണം, നിർത്തടാ, എന്ത് തോന്നിയാസാടാ നീ പറയുന്നത്? എന്നാടാ ഇവിടെ ജയേട്ടൻ കുടിച്ചിട്ട് വന്നത്? അവൻ്റെ ഒരു വർത്താനം കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ദേവേ, എന്താ കാര്യം? ഇവിടെ എല്ലാവരും കൂടി നിൽപ്പുണ്ടല്ലോ, എന്താ ഇവിടേക്ക് ഒരു നാറ്റം? ഇവിടെ ആരാ മദ്യപിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയണത്, ഈ നിൽക്കുന്ന ഇവൻ, അല്ലാതെ ആരാ ഈ തോന്നിയാസങ്ങളൊക്കെ ഇവിടെ കാണിക്കാൻ ധൈര്യം കാണിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജലജയും അങ്ങോട്ടേക്ക് വരികയാണ്. ജലജ ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഒരു പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താടാ ഇവിടെ പ്രശ്നം? നീ എന്തിനാണ് ഇവിടെ കുടിച്ചുകൊണ്ട് കയറി വന്നത്? നിനക്കിപ്പോൾ അത്രയും തൻ്റെ ഇടം ഉണ്ടായോ ഈ വീട്ടിലേക്ക് കുടിച്ചിട്ടൊക്കെ കയറി വരാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി മുത്തശ്ശൻ്റെ നേരെ നിന്നിട്ട് മുത്തശ്ശനോട് പറയണം, ഓ, ഞാൻ ഇത്തിരി കളറ് വെള്ളം കുടിച്ചാൽ ഇവിടെ എല്ലാവർക്കും വലിയ പ്രശ്നം. നിങ്ങൾക്കൊക്കെ വെള്ള കളറിലുള്ള വെള്ളം ഇഷ്ടം പോലെ കുടിക്കാം, ഇഷ്ടംപോലെ വെള്ള കളറിലുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. പക്ഷെ ഞാൻ ഇച്ചിരി കളർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഗോള പ്രശ്നമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണേ, നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു അടി കൊടുക്കുകയാണ്. നമ്മുടെ ആഭിയുടെ ചെകടത്തൊക്കെ എന്ന് പറഞ്ഞൊരു അടി അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ അഭി അടി കൊണ്ട് ഇങ്ങനെ അങ്ങ് ആയിപ്പോവുകയാണ്. അമ്മാതിരി അടിയാണ് അഭിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശൻ പറയണേ, ഇപ്പം ഇറങ്ങിക്കൊള്ളണം, അമ്മയും മോനും കൂടെ ഇവിടെ നിന്ന്, ഇനി ഒരു നിമിഷം നീയൊക്കെ രണ്ടെണ്ണം ഇവിടെ നിന്നു പോവല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഇത് ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ, നീയൊന്നും ഇത്ര തൻ്റെ ഇടം കാണിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കില്ലായിരുന്നു. കുറച്ചൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എല്ലാണോ എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുക എന്നും പറഞ്ഞ് ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അഭിയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അഭി എന്ത് ചെയ്യുന്നു? അഭി വിട്ടുകൊടുക്കുമോ? അഭി ഒരു കവർ എടുക്കുകയാണ്. അതിനകത്ത് നിന്ന് നമ്മുടെ നവ്യയും അതുപോലെ നമ്മുടെ നിർമ്മലും തമ്മിലുള്ള മോർഫ് ചെയ്ത ഫോട്ടോകളൊക്കെ ഇങ്ങനെ വലിച്ചടിച്ചിട്ട് ഇങ്ങനെ എടുത്തങ്ങ് എറിയുകയാണ് നമ്മുടെ അഭി. അത് കുറേയൊക്കെ ടേബിളിൻ്റെ പുറത്ത് വീഴുന്നു, ബാക്കി കുറേയൊക്കെ ഇങ്ങനെ ടീപ്പോയുടെ പുറത്ത് വീഴുന്നു, ബാക്കി കുറേയൊക്കെ ഇങ്ങനെ നിലത്തേക്ക് വീഴുകയാണ്. കണ്ടില്ലേ ഇത് എല്ലാവരും കണ്ണു തുറന്ന് കണ്ടോ? എൻ്റെ ഭാര്യ ഇങ്ങനെ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഏത് ഭർത്താവായാലും മദ്യവെച്ച് പോവില്ലേ? ഞാനൊരു രണ്ടാം തരക്കാരനായിട്ട് താഴ്ന്നു പോകുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ നിവർന്ന് നിൽക്കും? എനിക്ക് എങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റും? തല നിവർന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ മദ്യത്തിൻ്റെ ലഹരി ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ വലിയ വായിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നവ്യയും ഒരു തനും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു നിർമ്മലും കൂടെ നിൽക്കുന്ന ഫോട്ടോസുകളാണ്. അപ്പോൾ അഭി പറയാണ്, ഈ ഫോട്ടോസ് മാത്രം ആക്കണ്ട, എൻ്റെ കയ്യിൽ ഇവർ തമ്മിലുള്ള വീഡിയോസുകളും ഉണ്ട്, കാണണോ നിങ്ങൾക്കൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ആ ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഇങ്ങനെ ജലജ കൊറിയറിൽ നിന്ന് ഫോട്ടോസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കൊറിയറിൽ അയക്കുമല്ലോ, ആ ഫോട്ടോ മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടുന്നു. മുത്തശ്ശി അത് കൊണ്ടുവന്ന് നവ്യയുടെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ 1-2 ഫോട്ടോ മുത്തശ്ശി കാണാനിടയായി. അങ്ങനെ മുത്തശ്ശി നവ്യയോട് പറയുകയാണ്, മോളെ എന്താ ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് യോജിച്ചതാണോ? എന്തായാലും വിവാഹത്തിന് മുമ്പ് മോള് എങ്ങനെയായാലും അതിനിവിടെ പ്രസക്തിയില്ല. പക്ഷേ ഇനി മോളുടെ ഭർത്താവിൽ തന്നെ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് പോകണം. ഈ ഫോട്ടോയൊക്കെ നിൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കാണാതെ നശിപ്പിച്ച് കളഞ്ഞേരെ എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞ കാര്യവും, അപ്പോൾ മുത്തശ്ശി ഇത് മോർഫ് ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ മുത്തശ്ശി പെട്ടെന്ന് ഓർക്കുകയാണ്. അപ്പോൾ തന്നെ മുത്തശ്ശി പറയുകയാണ്, എടാ അഭി, ഈ ഫോട്ടോ കാണിച്ചിട്ട് നീ വലിയ വർത്താനമൊന്നും പറയുന്നു വേണ്ട, ഇത് മോർഫ് ചെയ്ത് വന്ന ഫോട്ടോയാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോഴത്തേക്ക് അഭി പറയണേ, ഇത് മോർഫ് ചെയ്തതൊന്നും അല്ല. അപ്പോൾ പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ടായി? വീഡിയോ നിങ്ങൾക്കൊക്കെ ഞാനൊന്ന് കാണിച്ചു തരട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുക ഭേദം. ഇപ്പോൾ മോർഫ് ചെയ്ത് ഇപ്പോൾ വരുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയാൻ കൂടി കഴിയില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയാണ്, ഓഹോ, പാഡ് വെച്ച് കെട്ടി ഗർഭിണിയാണ്
ആണെന്ന് പറഞ്ഞ് ഈ അനന്തപുരി മുഴുവനും പറ്റിച്ച് നടന്നവളല്ലേ അവള്. എന്നിട്ട് വളക്കാപ്പും കഴിഞ്ഞ് വീട്ടിൽ പോവാനായിട്ടും സെറ്റായിട്ട് നിന്ന ആളാണ്. ഇവളുമാരുടെയൊക്കെ ചരിത്രം ഇത് തന്നെയാണ്. ഇവളുമാരൊക്കെ ഇതേ ചെയ്യുള്ളൂ. ഇത് നവ്യയല്ലേ ആള്, ഇത് ശരിയായിരിക്കാനാണ് സാധ്യത എന്നിങ്ങനെ പറയാണ് ദേവയാനി. അപ്പോൾ ജലജ പറയാണ്, അത് സത്യം തന്നെയാണ്. അനിയത്തിയും ചേട്ടത്തിയും കള്ളികളാണ്. ഇനി കാണാം കുറച്ച് കഴിയുമ്പോൾ അനിയത്തിയുടെയും ഫോട്ടോ ഇതുപോലെ വരുന്നത് കാണാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി ദേഷ്യം പറയുകയാണ്. മുത്തശ്ശി പറയണം, ജലജ ഇനി ഒരു അക്ഷരം മിണ്ടി പോലെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണം, മോളെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ ചെകിട് പൊളിക്കും. നീ വേണമെങ്കിൽ നിന്റെ മരുമകളെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ നയനെക്കുറിച്ച് പറയരുത് എന്നിങ്ങനെ മുത്തശ്ശൻ താക്കീത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആദർശും നയനയും നവ്യയും കൂടി അങ്ങോട്ടേക്ക് കാറിൽ വന്നിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നയന ചോദിക്കുകയാണ്, ആദർശേട്ടാ ഇത്രയും നേരം താമസിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നത്, നിങ്ങളാരും വിഷമിക്കേണ്ട, അതിന് മറുപടി ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് വരികയാണ്. അങ്ങനെ ആദർശും നയനയും നവ്യയും കൂടി ഹോളിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും നിവർന്ന് നിന്ന് വിചാരണ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ആദർശിനോട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് എന്ന് ബബ്ബ അടിക്കുകയാണ്. അപ്പോൾ മുത്തച്ഛൻ പറയണം, നീ കൂടുതൽ നിന്ന് വിൽക്കുകയൊന്നും വേണ്ട, ചോദിച്ചതിന് മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ്, നീ രാവിലെയല്ലേ നടക്കാൻ പോയത് ഇവളുമാരെയും വാരി കെട്ടിക്കൊണ്ട്, എന്നിട്ട് ഇപ്പോൾ വീണ്ടും നീ ഇവളുമാരെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവയാനി. അപ്പോൾ ആ സമയത്തിന് ആദർശിന് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഇങ്ങനെ ആദർശ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് എന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നവ്യമോളെ എന്താ ഈ നിലത്ത് കിടക്കുന്ന ഫോട്ടോകൾ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ കണ്ണ് തള്ളി നവ്യ ഇങ്ങനെ പേടിച്ച് പോവുകയാണ്. അത് കാണുമ്പോൾ തന്നെ നവ്യ ആകെ ടെൻഷനാവുകയാണ്. അങ്ങനെ എന്താ പറയുന്നത്, സിംഹക്കൂട്ടിലെത്തിയ മാൻപേടയെ പോലെ ഇങ്ങനെ നമ്മുടെ നവ്യ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് പത്തരമാറ്റ് അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായൊരു തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബായ്.